എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ 30 ഡേയ്സ് ബ്രൈഡൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബ്രൈഡൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടിന്യൂസ് 30 ഡേയ്സ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ പ്ലസ് ഹെയർ നമ്മുടെ ഹെൽത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്തി മാക്സിമം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതുപോലെയുള്ള ഒരു സ്കിൻ കെയർ, ഒരു ബ്രൈഡൽ സ്കിൻ കെയർ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഭാഗം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നോ ആ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക, മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കിൻ കെയറിൽ ഹെയർ കെയർ റൊട്ടീൻ കൂടെ ചേർന്ന്, അതായത് ബ്രൈഡൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും ഒരേ രീതിയിൽ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെയറും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ ഫോളോ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു ഹെയർ കെയർ ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. 30 ഡേയ്സ് വീഡിയോ, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾ ഇന്ന് ഇത് തുടങ്ങുന്നതോടൊപ്പം തന്നെ ആ ഒരു ഹെയർ കെയറും കൂടെ ഫോളോ ചെയ്തു വരിക. അപ്പൊ നല്ല റിസൾട്ട് ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മുഖത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ തലയിലാണ്. നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടിരുന്നാൽ മാത്രമേ, അതായത് പൊടുക് മീൻസ് താരൻ അല്ലെങ്കിൽ അഴുക്ക്, എണ്ണമയൊക്കെ ഒരുപാടായിട്ട് അങ്ങനെയൊക്കെ ഉള്ള സ്കാൽപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിലും അത് പ്രതിഫലിക്കും. മുഖത്ത് മുഖക്കുരു ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ പൊരുവരാന്നിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ, സ്കാൽപ്പ് എല്ലാം ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹെയർ കെയർ ചലഞ്ച് അതിന് മുന്നാടി ഇട്ടത്. നമ്മുടെ ഹെയറിന്റെ പ്രോബ്ലം മാറുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നും നല്ല ക്ലിയർ ആകുന്നത്. അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നവർ ഇതിന്റെ കൂടെ തന്നെ ഹെയർ കെയർ ചലഞ്ചും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നല്ല, നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും ഇട്ടിട്ടുണ്ട് വീഡിയോ. അതിലെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു 30 ഡേയ്സും ഒരു മാറ്റവും കൂടാതെ ഞാൻ പറഞ്ഞേക്കുന്ന അതേ രീതിയിൽ അതേ സ്റ്റെപ്പിൽ മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. ഓക്കെ, അത് മസ്റ്റ് ആയിട്ടും ഈ ഒരു 30 ഡേയ്സ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിന്റെ രണ്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പുരികം വളരാനായിട്ട്, പുരികം നല്ല ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ക്രീമും ഡെയിലി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പിരികത്ത് നമ്മുടെ ഇതില്ലേ ഇയർബഡ്സിനകത്ത് അതൊന്ന് മുക്കിയിട്ട് നല്ലപോലെ പിരികത്ത് വരച്ചു കൊടുക്കുക. ഒരു 5-6 ടൈംസ് നല്ലപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക ഒരു 5 ടൈം, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. അതിനുശേഷം നേരെ വെച്ചിട്ട് കിടന്നുറങ്ങുക. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ചെയ്യണം. അപ്പോഴാണ് എണ്ണ നല്ലപോലെ അബ്സോർബ് ആവുകയുള്ളൂ. അതും നിങ്ങൾ ഈ ഒരു 30 ഡേയ്സ് ഫോളോ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു 30 ഡേയ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടെ ഹെയർ കെയറും. ഇനി ഞാൻ ഓരോ ദിവസവും എന്താണ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ച് ഓരോ ദിവസവും ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്കോടുകൂടിയാണ്. ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും ഒരുപോലെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ തിളങ്ങുന്നത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. സ്കിൻ നല്ല ക്ലിയർ ആകുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലമുടിയും നല്ലപോലെ വളരാൻ സഹായിക്കും. മുടി കൊട്ടുന്നത് തടയാനായിട്ട് സഹായിക്കും. നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കും. നമ്മൾ ഏജ് ആകും തോറും ഈ ഒരു ജ്യൂസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട്, ഒരുപാട് ചുരുക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഏജിനെ ഒന്ന് തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ജ്യൂസ് നമ്മൾ ക്യാരറ്റിലാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. പക്ഷേ ക്യാരറ്റ് നമ്മൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനെ ബാധിക്കും. ഒന്നും അമിതമാകാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വേണം കുടിക്കാൻ. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് കുടിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ അടുത്ത ദിവസം എന്താണ് കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ്, പ്ലെയിൻ ലെമൺ ജ്യൂസ്, ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇടാതെ പ്ലെയിൻ ആയിട്ട് ലെമൺ ജ്യൂസ് കുടിക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ജ്യൂസ് കുടിക്കുക. ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി നാളത്തെ ദിവസം കുടിക്കുക. അതിന്റെ അടുത്ത ദിവസം പ്ലെയിൻ ആയിട്ട് ലെമൺ ജ്യൂസ് കുടിക്കുക. ഇതാണ് നമ്മൾ 30 ഡേയ്സ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ജ്യൂസിനെ കുറിച്ച് മാത്രമാണ് നല്ലൊരു എല്ലാം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിട്ടെ, നമ്മൾ അകത്ത് എന്തായിരുന്നാലും എല്ലാത്തിനെയും കോംപ്ലിമെന്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. അതുകൊണ്ട് ഇതിൽ തന്നെ ആകട്ടെ നമ്മുടെ തുടക്കം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഇത് ഒരു മീഡിയം സൈസ് 4 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഓക്കെ, ഇതിപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇതാണല്ലോ എളുപ്പമായിട്ടുള്ളത്.
ഒരു മീഡിയം സൈസ് 4 ക്യാരറ്റിന് ഹാഫ് ബീട്രൂട്ട്, ഇതാണ് കണക്ക്. ഓക്കെ, 4 മീഡിയം സൈസ് ക്യാരറ്റിന് ഹാഫ് ബീട്രൂട്ട് ഫുള്ളായിട്ട് വേണ്ട, ഹാഫ് മതി. അതിൻ്റെ കൂടെ ഒരു പിടി പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം. അത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതെല്ലാം ഒന്നിച്ച് അടിച്ചെടുക്കുക. നല്ലപോലെ മിക്സി ആണെങ്കിൽ മിക്സി, ജ്യൂസർ ഉള്ളവരാണെങ്കിൽ ജ്യൂസർ, എങ്ങനെയാണോ യഥം അതുപോലെ നല്ല രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം അരിച്ചും കുടിക്കാം, അരിക്കാതെയും കുടിക്കാം. ഞാൻ പക്ഷേ ഇത് അരിച്ചാണ് കുടിക്കുന്നത്. കാരണം അരിക്കാതെ കുടിക്കുമ്പം ത്രോട്ടിൽ ഇങ്ങനെ തട്ടിയിരുന്നിട്ട് നമുക്കങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നത് പോലെ തോന്നും. പിന്നെ നമ്മൾ കുടിക്കുമ്പം അതിനകത്തൊരു ഒരു കംഫർട്ടബിൾ ഫീലിംഗും തോന്നത്തില്ല. ഒരുമാതിരി എന്തോ വൃത്തികെട്ട സാധനം, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം കുടിക്കുന്നത് പോലെ തോന്നും. എന്ത് കാര്യമായിരുന്നാലും നമ്മളൊന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അതൊരു ജോലി ആയാലും അങ്ങനല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് ആ ജോലിക്ക് നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് കിട്ടുന്നത്. അതേപോലെ തന്നെയാണിത്. നല്ല എൻജോയ് ചെയ്ത് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. ഇനിയിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചിട്ട് എടുത്തിട്ട് വന്ന് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചിട്ട് നല്ലപോലെ അരിച്ചെടുത്ത ജ്യൂസാണ്. നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് കുടിക്കാനും നല്ല എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് ഷുഗർ അങ്ങനെ മധുരം ഇടേണ്ട കാര്യമില്ല. കാരണം ബീട്രൂട്ടിനും ക്യാരറ്റിനും ഓൾറെഡി നല്ല മധുരമുണ്ട്. പ്രത്യേകിച്ച് മധുരമൊന്നും ഇടേണ്ട കാര്യമില്ല. അങ്ങനെ മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ കരിപ്പട്ടി ഉപയോഗിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടു ശർക്കരയില്ലേ, അതായത് കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. നാട്ടു ശർക്കര എന്ന് പറയില്ല, അതുപോലുള്ള ശർക്കര ഉപയോഗിച്ചിട്ട് കഴിക്കാം. പഞ്ചസാര ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് മിക്സ് ചെയ്യരുത്. ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇങ്ങനെ നോർമലായിട്ട് കഴിച്ചാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ജ്യൂസ്. കണ്ടില്ലേ, അതായത് ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, ക്യാരറ്റ് ആകട്ടെ, ബീട്രൂട്ട് ആകട്ടെ, ഇഞ്ചി, പുതിനയില, ഇതെല്ലാം നിങ്ങളുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. പുതിനയില എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ ക്ലിയർ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിന്നിലെ മാർക്കുകളൊക്കെ മാറ്റി നല്ല ഒരു ഗ്ലോ കിട്ടാനായിട്ട് പുതിനയില സഹായിക്കും. ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി ആകരുത്. അരിച്ചു കുടിക്കാൻ മാക്സിമം എല്ലാവർക്കും അങ്ങനെ അരിക്കാതെ കുടിക്കാനൊന്നും പറ്റില്ല. അരിച്ചു കുടിക്കുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുക. ഇത് കുടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒറ്റ വലിക്ക് എല്ലാം കൂടെ കുടിച്ച് തീർക്കരുത്. അത്രയ്ക്കും വൃത്തികെട്ട ടേസ്റ്റ് ഒന്നും ഉള്ളതൊന്നും അല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് കുടിക്കുമ്പോൾ ഒറ്റ അടിക്ക് കുടിക്കാതിരിക്കുക. കുറച്ച് വായിലെടുത്ത് സിപ്പ് ചെയ്ത് പതുക്കെ എൻജോയ് ചെയ്ത് റിലാക്സ് ആയിട്ട് കുടിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ, പണ്ടൊക്കെ അമ്മമാർ നമ്മളോട് പറയാറില്ലേ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചവച്ചരച്ച് സാവധാനത്തിൽ കഴിക്കണം, വിഴുങ്ങരുത് എന്ന് പറയില്ലേ. അതുപോലെ ഒരു കാരണവശാലും നിങ്ങളിത് ചുമ്മാ മടപടാന്ന് കുടിച്ച് പണി തീർത്തിട്ട് പോകുന്നതായിട്ട് നിൽക്കരുത്. സാവധാനത്തിൽ കുടിക്കുക, സാവധാനത്തിൽ കുടിച്ച് എൻജോയ് ചെയ്ത് കുടിക്കുക. നല്ല ഒരു റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിന് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ചും ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്യുന്നവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 30 ഡേയ്സ് കഴിയുമ്പോൾ നല്ല സുന്ദരി കുട്ടികളായിട്ട് മാറാനായിട്ട് ഞാൻ ഈ പറയുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കുക, ചെയ്യുക. സ്കിൻ കെയറിൽ പങ്കെടുക്കാത്തവർക്കും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് ഈ ഒരു ജ്യൂസ് വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ, അടുത്ത ഡേയിൽ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.